പ്രജിത്ത്, നമസ്തേ, ഗുഡ് മോർണിംഗ്. എന്താണ് തിരുവനന്തപുരത്ത് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ന്യൂസ് അജണ്ട? ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ സന്ദർശനം തന്നെയാണ്. രാവിലെ 10:55 അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ എത്തിച്ചേരും. അതിനുശേഷം അദ്ദേഹം വലിയമല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് പോകും. അവിടെ വെച്ചിട്ടാണ് അവിടുത്തെ കോൺവെക്കേഷൻ പരിപാടിയിൽ പങ്കെടുക്കും. അതിനുശേഷം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസിൻ്റെ ഒരു പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ശേഷം ഉച്ചയ്ക്ക് 3 മണിയോടെ കൊല്ലത്തേക്ക് അദ്ദേഹം മടങ്ങും. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ AKG സെന്റർ ആക്രമണ കേസിലെ സുഹേൽ ഷാജഹാന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഒരു ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ എത്തിയിരിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ പ്രതിഭാഗം ഉയർത്തുന്ന പ്രധാന വാദം കേസിൽ കുറ്റപത്രം നൽകി കഴിഞ്ഞതാണ്. അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ വലിയ ഗുരുതരമായ കേസുകളല്ല, മറ്റു കേസുകളുള്ളൂ. അതുകൊണ്ട് ജാമ്യം അനുവദിക്കണം എന്നുള്ളതാണ്. എന്നാൽ പ്രോസിക്യൂഷൻ പറയുന്നത് കൃത്യമായി 11ഓളം കേസുകളിലെ പ്രതിയാണ് ഇദ്ദേഹം. അതോടൊപ്പം തന്നെ ജാമ്യം ലഭിച്ചാൽ ഒരു പക്ഷേ വിദേശത്തേക്കൊക്കെ കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് വാദങ്ങളും ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വീണ്ടും എത്തും. അതോടൊപ്പം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM മാർഷൽ നടത്തിയ ഒരു പരാമർശം AISFന് ഒറ്റയ്ക്ക് കേരളത്തിലെ ക്യാമ്പസുകളിൽ മത്സരിക്കാൻ, സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു പരിഹാസ രൂപേണയുള്ളൊരു വിമർശനം അദ്ദേഹം ഉയർത്തിയിരുന്നു. അതായത് ഈ SFIയുടെ അതിക്രമങ്ങളെ, അക്രമ പ്രവർത്തനങ്ങളെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിമർശിച്ച സമയത്താണ് ഇത്തരത്തിലുള്ളൊരു പരാമർശം PM മാർഷലിൽ നിന്നുണ്ടായത്. അപ്പോൾ AISFൽ നിന്ന് ഇതിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇന്ന് മഴ മുന്നറിയിപ്പുമുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ, വയനാട് ഒഴിച്ചുള്ള വടക്കൻ ജില്ലകളിലെല്ലാം ഇന്ന് യെല്ലോ അലർട്ടാണ്. നാളെ എല്ലാ വടക്കൻ ജില്ലകളിലും മഴ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്.